ഇന്നലെ ശബരിമല വന്ന് ഇന്നലെ ഒരു രാത്രി ഒരു 8 മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒരു മണിയൊക്കെ എത്തി പമ്പയിലെത്തി. അവിടെ നിന്ന് പല ചവിട്ടി ഒരു ഇന്ന് അവിടെ നിന്ന് റൂമിൽ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് മലയ്ക്ക് ദർശനം എടുത്തത്. ഇന്ന് രാവിലെ ദർശനം എടുത്തത്. അപ്പം ദർശനം കഴിഞ്ഞ് ഇറങ്ങിയാണ് തിരിച്ച് നല്ല ഒരു ദർശനം വരുന്നത്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഈ 1-ാം തീയതിയാണ് വന്നെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. ഈ കാണുന്ന പോലെയല്ല, ഞാൻ കാണാൻ പറ്റുമോ നോക്കട്ടെ, തരാം, കാണിച്ചു തരാം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. പിന്നെ ഓക്കെ, ഇതാണ് ഇനി ഞാൻ കുറച്ചെടുത്ത് വെച്ച വീഡിയോസാണ്. മലക്ക് പോണതിനും കെട്ട് നിറക്കുന്നതിനും ആ സമയത്തുള്ള വീഡിയോസ് കുറച്ചധികം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്ന വീഡിയോ, അതാണ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ ഈ പോയപ്പോഴത്തേക്ക് എനിക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റിയ കുറച്ചധികം വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ് എനിക്ക് പോകാൻ പറ്റിയത്. അതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇത് പഠിച്ചെടുത്തതാണ് ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ. എന്തിനാണ് നമ്മൾ ശബരിമലയിൽ പോകണതെന്നും എന്നൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഒരു ലോജിക്കുണ്ടല്ലേ എല്ലാത്തിനെന്ന് പറഞ്ഞ പോലെ അവർ കുറച്ചുകൂടി പറഞ്ഞപ്പോഴേ എനിക്ക് ക്ലാരിറ്റി കിട്ടിയത്. നമ്മൾ ഈ കാണുന്ന ഈ നെയ്യ് നിറച്ച ആ തേങ്ങ ഇരുമുടിക്കെട്ടൊക്കെ നമ്മളുടെ ഈ തേങ്ങയുടെ നിറക്കണ നെയ്യ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രശ്നങ്ങളാണ്. വേറൊരാൾ നെയ്യ് നിറച്ച് നമുക്ക് തരികയാണെങ്കിൽ അത് അയാളുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മളെടുത്ത് ഈ നെയ്യ് ആ തേങ്ങയുടെ അകത്ത് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൽ എന്താണുള്ളത്, ആ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടും വിഷമങ്ങളും വരെ ഇതൊക്കെ ഉള്ളത് നമുക്ക് പറയാനുള്ളതെല്ലാം അതിനകത്ത് പറയാനുള്ളതല്ല. നമ്മുടെ വിഷമങ്ങളല്ല, നമ്മളുടെ ഒരു ഹ്യൂമൺ എന്ന രീതിയിൽ നമ്മളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം അതിൽ നിറച്ച് അത് ഉറപ്പിച്ച് ഇത് കോർക്ക് വെച്ച് ഉറപ്പിച്ച് അത് തലയിൽ വെച്ച് നമ്മൾ ആ മല ചവിട്ടി അവിടെ ചെന്ന് അതവിടെ നിക്ഷേപിക്കും. എന്ന് വെച്ചാൽ പണ്ടത് കത്തിച്ച് കളയായിരുന്നു. അത് കുറച്ചുകൂടി ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് തോന്നിയിട്ടുണ്ട്. വെച്ചാൽ നമ്മളുടെ ആ ബുദ്ധിമുട്ടുകൾ നശിച്ച് അവിടെ പോയി. അവിടെ കൊണ്ടത് കഴിഞ്ഞ് പുതിയൊരു മനുഷ്യനാണ്. നമ്മളവിടെ പമ്പയിൽ ചെന്നതിന് ശേഷം ആ മല ചവിട്ടി മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ മല ചവിട്ടി മേളിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഓക്സിജൻ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ഹാർട്ടിനൊക്കെ നല്ല സ്ട്രോങ്ങും സ്ട്രെങ്തും ആയിരിക്കും. പിന്നെ അതുപോലെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇവിടെ നിന്ന് ചവിട്ടടിച്ച് നമ്മൾ റിലാക്സിങ് മൂഡിൽ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞ് ഈ എനർജിയിൽ തിരിച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മളൊരു പുതിയ ജീവൻ അല്ലെങ്കിൽ ഒരു പുതിയൊരാളായിട്ട് നമ്മൾ വീണ്ടും ഇതാകുകയാണ്. അതാണ് ശരിക്കും ഈ ശബരിമല തീർത്ഥാടനം. അതിൻ്റെ അവിടെ ചെന്ന് അത് മുക്തി മോചനം കിട്ടുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതാണ് ശരിക്കും അവിടെ നിന്ന് കിട്ടാനുള്ളത് നമ്മൾക്ക്. അത് നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് കൂടി എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു യാത്ര വളരെ നല്ലതായിരുന്നു. ഈ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചത് പെട്ടെന്ന് നടക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു എനിക്ക് കഴിഞ്ഞ ഈ മണ്ഡലകാലത്ത് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഭയങ്കര നിസ്സാര സമയം കൊണ്ട് എനിക്ക് ഈ മാസം തന്നെ എനിക്ക് അത് സാധിക്കാൻ പറ്റി. പെട്ടെന്ന് വന്നൊരു ഇതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റി. അതുകൂടി നിങ്ങളോട് പറയുന്നതാണ്. ശരി, ഓക്കെ, എന്നാൽ ഇത്രയൊക്കെയുള്ളൂ. വളരെ നല്ലൊരു യാത്രയായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും അടിപൊളി.